ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 12-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉയർന്ന മാർക്ക് നേടുവാൻ ടാലന്റ് അക്കാദമിയുടെ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 20 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കാണ്. ഈ ഒരു എക്സാമിന് തന്നെ നിങ്ങളുടെ റാങ്കുകൾ നിർണ്ണയിക്കുന്ന ഒരു മാർക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ നല്ലതുപോലെ ഒരു കവറേജ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള ഒരു ക്ലാസ് ആണ് ടാലന്റ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ ഈ ഒരു CPO എക്സാമിലെ ഫുൾ സിലബസ് കവറേജ് നേടുവാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫെയിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളായിട്ടാണ് ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ ടാലന്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കുക. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ഈ റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ റാങ്ക് ഫെയിൽ പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 ഏപ്രിലിൽ ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം പരിശീലകനായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ടിം വൈറ്റ് ആണ്. ആരാണ്? ടിം വൈറ്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ജൂനിയർ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായിരിക്കുന്നത്. അപ്പോൾ 2026 ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ടിം വൈറ്റ് ആണ്. ആരാണ്? ടിം വൈറ്റ് ആണ് ഇനി മുതൽ ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിനെ പരിശീലിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 ഏപ്രിലിൽ BPCL ചെയർമാനും അതേപോലെ മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് ആരെന്നാണ്. ഓർത്ത് വെക്കുക, സഞ്ജയ് ഖന്നയാണ്. ആരാണ്? സഞ്ജയ് ഖന്നയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്തിൻ്റെയാണെന്ന് ഓർത്ത് വെക്കുക, BPCL ആണ്. എന്താണ്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആണ് ചെയർമാനും അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. ആരാണെന്ന് ഓർത്ത് വെക്കുക, സഞ്ജയ് ഖന്നയാണ്. സഞ്ജയ് ഖന്നയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. 2026 ഏപ്രിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 1 ട്രില്യൺ രൂപയുടെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, അമൂലാണ്. അമൂലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? 1 ട്രില്യൺ രൂപയുടെ റുപ്പീസിന്റെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് അമൂൽ എന്നുള്ള കമ്പനി. അപ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 11% വളർച്ച കൈവരിച്ചുകൊണ്ട് 1 ട്രില്യൺ റുപ്പീസ് വിറ്റുവരവ് പിന്നിട്ടിരിക്കുകയാണ്. ഇനി എന്നാണ് അമൂൽ സ്ഥാപിതമായത്? 1946ലാണ്. 1946ലാണ് അമൂൽ സ്ഥാപിതമായത്. അപ്പോൾ ഈ ഒരു അമൂൽ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത്. അതായത് 1 ട്രില്യൺ റുപ്പീസ് വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച വ്യക്തി ആരെന്നാണ്. ഓർത്തു വെക്കുക, യശ്വന്ത് വർമ്മയാണ്. ആരാണ്? യശ്വന്ത് വർമ്മയാണ്. അദ്ദേഹം എന്തായിരുന്നു? അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു. ആ ഒരു സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പണം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കിടയിലാണ് അദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു പണം കണ്ടെത്തിയതിനെ തുടർന്ന്, ഈ ഒരു കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തോട് സ്വമേധയാ രാജിവെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം രാജിവെച്ചില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥാനം മാറ്റിയതിനു ശേഷം പാർലമെന്റിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, അടുത്തിടെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? യശ്വന്ത് വർമ്മയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു രാജിക്ക് കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയതിനെ തുടർന്നുള്ള കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു രാജി വന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രൊജക്ട് ആരംഭിച്ചത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഒഡീഷയിലാണ്. ഒഡീഷയിലെ ജാർസുഗുഡ ജില്ലയിലെ ലഖൻപൂരിലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ലഖൻപൂരിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഒഡീഷയിലെ ജാർസുഗുഡ എന്നുള്ള ജില്ലയിലാണ്. അവിടുത്തെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രൊജക്ട് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അമോണിയം നൈട്രേറ്റ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു അമോണിയം നൈട്രേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കാർഷിക മേഖലയിലെ രാസവളങ്ങൾ നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ വ്യവസായ മേഖലയിലെ ഖനി വ്യവസായ മേഖലയിലെ സ്ഫോടക വസ്തുക്കളൊക്കെ
നിർമ്മിക്കുന്നതിനുമൊക്കെ എന്താണ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്താണ് അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് കൽക്കരി ടു അമോണിയം പ്രൊജക്റ്റ് ആണ്, കോൾ ടു അമോണിയം നൈട്രേറ്റ് പ്രൊജക്റ്റ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. എവിടെയാണ് ആരംഭിച്ചത്? ഒഡീഷയിലാണ് ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് കമ്പനിയാണ്? ഭാരത് കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. എന്താണ്? ഭാരത് കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആണെന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കമല, കലായി 2 എന്നീ വൻകിട ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അരുണാചൽ പ്രദേശ് ആണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് ഈ ഒരു വൻകിട ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കമല, അതേപോലെ കലായി 2 എന്നിവയാണ്. അപ്പോൾ ഇവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കമല, അതേപോലെ കലായി 2 എന്നീ ജലവൈദ്യുത പദ്ധതികളാണ്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു? അരുണാചൽ പ്രദേശിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ കമല എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കമലാ നദിയിലാണ്. കമല എന്നുള്ള ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്രയുടെ പ്രധാന ഒരു പോഷക നദിയായിട്ടുള്ള സുബൻസിരിയുടെ ഒരു പോഷക നദിയാണ് കമലാ നദി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കമലാ നദിയിലാണ് കമല എന്നുള്ള ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കലായി 2 എന്നുള്ള ഈ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ലോഹിത് എന്നുള്ള നദിയിലാണ്. ഏതാണ്? ലോഹിത് എന്നുള്ള നദിയിലാണ്. അപ്പോൾ ലോഹിത് എന്നുള്ള നദി എന്താണ്? ബ്രഹ്മപുത്രയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ്. അപ്പോൾ ലോഹിത്തിലാണ് എന്താണ്? കലായി 2 എന്നുള്ള ഈ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഓർത്തു വെക്കുക, കമലാ നദിയിലാണ് എന്താണ് കമലാ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ കലായി 2 സ്ഥിതി ചെയ്യുന്നത് ലോഹിത് എന്നുള്ള നദിയിലാണ്. ഈ രണ്ട് ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, അരുണാചൽ പ്രദേശാണ്. ഇനി ഒരു പ്രത്യേകതയുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, വൻതാര യൂണിവേഴ്സിറ്റി. എന്താണ്? വൻതാര യൂണിവേഴ്സിറ്റി. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്ററിനറി സയൻസ് സർവകലാശാലയാണിത്. അപ്പോൾ എവിടെയാണ് ഇത് സ്ഥാപിതമാവുന്നത്? ജാംനഗറിലാണ്. എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇത് സ്ഥാപിതമാവുന്നത്. എന്താണ്? വൻതാര യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എവിടെയാണ് ഇത് സ്ഥാപിതമാവുന്നത്? ജാംനഗറിലാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് വൻതാര യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ലോകത്തിലെ തന്നെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്ററിനറി സയൻസ് സർവകലാശാലയാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണത്തിനും അതേപോലെ തന്നെ വെറ്ററിനറി സയൻസ് പഠനത്തിനുമായിട്ട് വേണ്ടിയിട്ടുള്ള സംയോജിതമായിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതാണ് എന്താണ് വൻതാര യൂണിവേഴ്സിറ്റി. എവിടെയാണ് സ്ഥാപിതമാവുന്നത്? ജാംനഗറിലാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥാപിതമാവുന്നത്. ഇനി ഇതിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നത് ആരാണ്? റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതേപോലെ വൻതാരയുടെ സ്ഥാപകനുമായിട്ടുള്ള ആനന്ദ് അംബാനിയാണ്. അദ്ദേഹമാണ് എന്താണ് ഇതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നത്, അതായത് ഈ ഒരു വൻതാര യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, എവിടെയാണ് സ്ഥാപിതമാവുന്നത്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് വൻതാര യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2026 ഏപ്രിലിൽ രാജ്യസഭാ സീറ്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരെന്നാണ്. ഓർത്തു വെക്കാം, ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗിനെയാണ് ആരാണ് രാഷ്ട്രപതി എന്താണ് രാജ്യസഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്താണ് വീണ്ടും രാജ്യസഭയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം 2018 മുതൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഈ ഒരു മാസം, അതായത് ഏപ്രിൽ 9 അദ്ദേഹത്തിന്റെ രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ രാജ്യസഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. 2026 ഏപ്രിലിൽ തന്നെയാണ് ഈ ഒരു നാമനിർദ്ദേശവും വന്നത്. രാജ്യസഭയിൽ നിന്നും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്, ഓർത്തുവെക്കുക, രഞ്ജൻ ഗൊഗോയ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു അദ്ദേഹം വിരമിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ഒഴിവിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? ഈ ഒരു ഹരിവംശ് നാരായൺ സിംഗ് വന്നിരിക്കുന്നത്. ആരാണ്? രഞ്ജൻ ഗൊഗോയ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു, അദ്ദേഹം വിരമിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ഒഴിവിലേക്കാണ് ഹരിവംശ് നാരായൺ സിംഗിനെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ, അദ്ദേഹവും രാജ്യസഭ അംഗമായി മാറിയിരിക്കുകയാണ്. രാജ്യസഭ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ അധികം വർഷക്കാലം അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും രാജ്യസഭയിലേക്ക് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഹരിവംശ് നാരായൺ സിംഗിനെ രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര പേരെയാണ് രാഷ്ട്രപതിക്ക് ഇതേപോലെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത്? പരമാവധി 12 പേരെയാണ്. പരമാവധി 12 പേരെയാണ് എന്താണ് രാഷ്ട്രപതിക്ക് ഇതേപോലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു ആർട്ടിക്കിൾ ഏതാണെന്നുകൂടി ഓർത്ത് വെക്കുക. 80 ആണ് കേട്ടോ. നമ്മുടെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 80 പ്രകാരം എന്താണ് പരമാവധി 12 പേരെ വരെ രാഷ്ട്രപതിക്ക് ഇതേപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ 2026 ഏപ്രിൽ രാജ്യസഭാ സീറ്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2028 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ 2028 COP33 ആണ് നടക്കാനിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനായിട്ട് ഇരുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നിർദ്ദേശം എന്താണ് ഇന്ത്യ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വെച്ച് ഈ ഒരു കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ഏത് വർഷമാണ്? അത് 2002 കേട്ടോ. എന്നാണെന്ന് ഓർത്ത് വെക്കുക, 2002 ഇതിനു മുമ്പ് എന്താണ് കാലാവസ്ഥാ ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടന്നത്. അത് എവിടെ വെച്ചായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക, COP8 ആയിരുന്നു കേട്ടോ. COP8 ആണ് 2022 ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന കാലാവസ്ഥാ ഉച്ചകോടി. അപ്പോൾ അതിനുശേഷം 2028 എന്താണ് COP33 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്ത്യ വഹിക്കാമെന്നുള്ള നിർദ്ദേശം എന്താണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇനി ഒരു ഉച്ചകോടി സംഘടിപ്പിക്കുന്ന സംഘടന ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള സംഘടനയാണ് എന്താണ് ഈ ഒരു ഉച്ചകോടി, കാലാവസ്ഥാ ഉച്ചകോടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഈ ഒരു സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്ത് വെക്കുക, ജർമ്മനിയിലെ ബോൺ ആണ് കേട്ടോ. എന്താണ്? ജർമ്മനിയിലെ ബോൺ ആണ് എന്താണ് ആസ്ഥാനം. ഈ ഒരു സംഘടനയുടെ ആസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷത്തെ, അതായത് 2028 ഈ ഒരു COP33 എന്നുള്ള ഈ ഒരു കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം ഇന്ത്യ പിൻവലിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ഓപ്പറേഷനാണ്, ഒരു രക്ഷാപ്രവർത്തനമാണ്. അപ്പോൾ 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം ഏതെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കുക, ഓപ്പറേഷൻ ഹിം സേതു ആണ്. എന്താണ്? ഹിം സേതു എന്നുള്ള ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ഹിം സേതു ആണ്. അപ്പോൾ എന്താണ്, എവിടെയാണ് നടത്തിയതെന്ന് ഓർത്ത് വെക്കുക, 2026 ഏപ്രിലാണ് വടക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലിൽ നിന്ന് വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യമാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, വടക്കൻ സിക്കിമിലെ ലാച്ചിൻ അതേപോലെ ചുങ്താങ് എന്നീ പ്രദേശങ്ങൾക്കിടയിലാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് അവിടെയുള്ള വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സൈന്യം ഈ ഒരു ഓപ്പറേഷൻ ഹിം സേതു എന്നുള്ള ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ ഹിം സേതു എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. മണ്ണിടിച്ചിലിൽ നിന്നും, വടക്കൻ സിക്കിമിലുണ്ടായ ഈ ഒരു മണ്ണിടിച്ചിലിൽ നിന്നും വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ്, രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിം സേതു. ഇനി ഒരു വേദിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, അൻഷാസ് ആണ്. ഈജിപ്തിലെ അൻഷാസ് ആണ് വേദിയായി വരുന്നത്. 2026 ഏപ്രിലിൽ നടക്കുന്ന സൈക്ലോൺ 4ന്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, അൻഷാസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈജിപ്തിലെ അൻഷാസിൽ വെച്ചിട്ടാണ് സൈക്ലോൺ 4 നടക്കുന്നത്. അപ്പോൾ എന്താണ് സൈക്ലോൺ 4 എന്ന് പറയുന്നത്? ഇന്ത്യയും അതേപോലെ ഈജിപ്തും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് എന്താണ് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ 4ാമത്തെ പതിപ്പാണ് 2026 നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, അൻഷാസ് ആണ്. ഈജിപ്തിലെ അൻഷാസിൽ വെച്ചിട്ടാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത്. ഇനി ഒരു വിയോഗം നമുക്ക് ചർച്ച ചെയ്യാം. 2026 ഏപ്രിൽ അന്തരിച്ച ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനിക ഉദ്യോഗസ്ഥൻ ആരെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കുക, കേണൽ സോനം വാങ്ചുക് ആണ്. ആരാണ്? കേണൽ സോനം വാങ്ചുക് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക, ലയൺ ഓഫ് ലഡാക്ക്. എന്താണ്? ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ഓർത്ത് വെക്കുക, സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? കേണൽ സോനം വാങ്ചുക് ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അറിയപ്പെടാനായിട്ടും കാരണമുണ്ട്. അതായത് ഈ ഒരു പ്രത്യേകത എന്താണെന്ന് കൂടി ഓർത്ത് വെക്കാം. 1999 കാർഗിൽ യുദ്ധത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു മേജർ ആയിരുന്നു. ആരാണ്? ഈ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള കേണൽ സോനം വാങ്ചുക് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു യുദ്ധത്തിലെ ബെറ്റാലിക് സെക്ടറിലെ ഓർത്ത് വെക്കുക, എന്താണ് ബെറ്റാലിക് സെക്ടറിലെ ചോർബത്ല, എന്താണ് ചോർബത്ല തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 5500 മീറ്റർ ഉയരത്തിൽ നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ആരാണ്? സോനം വാങ്ചുക് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. കാർഗിലെ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സൈനിക ബഹുമതിയായിട്ടുള്ള മഹാവീർ ചക്ര നൽകി
ആദരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ വർഷവും നമ്മൾ എന്താണ് ഈ ഒരു കാർഗിലിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് വിജയത്തെ ആഘോഷിക്കുന്നതിനായിട്ട് ജൂലൈ 26 എന്താണ് കാർഗിൽ വിജയ് ദിവസമായിട്ട് ആചരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2026 ഏപ്രിലിൽ അന്തരിച്ച ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനിക ഉദ്യോഗസ്ഥനാരാണ്? സോനം വാങ്ചുക് ആണ്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ റാങ്ക് ഫയലിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയലുകൾ വാങ്ങുക. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ഏപ്രിലിൽ ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം പരിശീലകനായി നിയമിതനായത് ആരാണ്? ടിം വൈറ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ഏപ്രിലിൽ BPCL ചെയർമാനും അതേപോലെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? സഞ്ജയ് ഖന്നയാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 1 ട്രില്യൺ രൂപയുടെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഏതെന്നാണ്? അമൂലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച വ്യക്തി ആരെന്നാണ്? യശ്വന്ത് വർമ്മയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു രാജി സമർപ്പിക്കാനുണ്ടായ സിറ്റുവേഷൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രൊജക്ട് ആരംഭിച്ചത് എവിടെയെന്നാണ്? ജാർസുഗുഡയിലാണ് ഈ ഒരു പ്രൊജക്ട് ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. കമല അതേപോലെ കലായി ടു എന്നീ വൻകിട ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്നാണ്? അരുണാചൽ പ്രദേശിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്ററിനറി സയൻസ് സർവകലാശാലയായ വൻതാര യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്? അപ്പോൾ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഏപ്രിലിൽ രാജ്യസഭാ സീറ്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരെന്നാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഈ വർഷം ഏപ്രിൽ 9 കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും അദ്ദേഹം എന്താണ് രാജ്യസഭയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ രാഷ്ട്രപതി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2028 COP33 കാലാവസ്ഥാ ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിർദ്ദേശം ഇന്ത്യ എന്താണ് പിൻവലിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു രക്ഷാപ്രവർത്തനമാണ്. ഓപ്പറേഷൻ ഹിം സേതു എന്നുള്ള രക്ഷാപ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്? 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിം സേതു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. 2026 ഏപ്രിലിൽ നടക്കുന്ന സൈക്ലോൺ 4ന്റെ വേദി എവിടെയാണ്? അൻഷാസ് ആണ്. ഈജിപ്തിലെ അൻഷാസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി എന്താണ് സൈക്ലോൺ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈജിപ്തും അതേപോലെ ഇന്ത്യയും തമ്മിൽ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ്. അതിന്റെ 4ാം പതിപ്പാണ് 2026 നടക്കുന്നത്. എവിടെയാണ് വേദി? അൻഷാസ് ആണ്. ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ഏപ്രിലിൽ അന്തരിച്ച ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനിക ഉദ്യോഗസ്ഥനാരാണ്? കേണൽ സോനം വാങ്ചുക് ആണ്. 1999 കാർഗിൽ വാറിൽ നിർണായകമായിട്ടുള്ള സേവനങ്ങൾ നൽകിയ വ്യക്തി കൂടിയാണ് സോനം വാങ്ചുക്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ്? ഓപ്ഷൻ എ കെ കൃഷ്ണകുമാർ, ഓപ്ഷൻ ബി ജി കൃഷ്ണകുമാർ, ഓപ്ഷൻ സി സുരേഷ് ഗോപി, ഓപ്ഷൻ ഡി ശോഭന. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോർട്ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട നഗരം ഏതെന്നാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി അലഹാബാദ്, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി പൂനെ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ഏപ്രിലിൽ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ടാണ് ടോം ലാം തിരഞ്ഞെടുക്കപ്പെട്ടത്? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അമരാവതിയാണ്. ഇനി ഹൈദരാബാദ് ആണ് തെലങ്കാനയുടെ തലസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.